വെറും 10 ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഹാഷ് ബാക്കിനെ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹ്യുണ്ടായി എക്സ്റ്റർ. ഇത് വെറും എക്സ്റ്റർ അല്ല, നൈറ്റ് എഡീഷനാണ്. കാരണം ഫുൾ ഒരു ബ്ലാക്ക് തീമിലൊരു എഡീഷനാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. എല്ലാവർക്കും നമ്മളെ പുതിയവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ എക്സ്റ്റർ നൈറ്റ് എഡീഷൻ. ഫുൾ ഒരു ബ്ലാക്ക് തീമിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏത് പോർഷൻ നോക്കുകയാണെങ്കിൽ ക്രോം കുറവായിരിക്കും, കംപ്ലീറ്റ്ലി ബ്ലാക്ക് തീമിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഹ്യുണ്ടായി വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നേരെ താഴെ എക്സ്റ്റേണൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. രണ്ടും ബ്ലാക്ക് ഔട്ടിലെ വന്നുള്ളത്. ക്രോം ട്രീറ്റ്മെൻറ്റ് കുറവാണ്, കൂടുതലും ഒരു ബ്ലാക്ക് തീമിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരെ ഡി ആർ എൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു എച്ച് ഷേപ്പിലാണ് ഡി ആർ എൽ വന്നത്. ഹ്യുണ്ടായിനെ സംബന്ധിച്ചോളം എത്ര എച്ചിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എച്ച് ഷേപ്പിലാണ് ഡി ആർ എൽ വന്നത്. നേരെ താഴെ 10 ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹെഡ് ലാമ്പ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് LED ലാംപ്സ് ആണ് ഈ അതിൽ കൊടുത്തിട്ടുള്ളത്. നേരെ താഴെ ഒരു റെഡ് ഇൻസേർട്ടും കൊടുത്തു. ഇത് നൈറ്റ് എഡിഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു നോർമൽ എക്സ്റേ എടുക്കുന്നുണ്ട്, അതിൽ ആ ഒരു ഫീച്ചർ ഉണ്ടാവില്ല, ഒരു സ്ട്രിപ്പ്. ഇത് നമ്മുടെ നൈറ്റ് എഡിഷനിൽ മാത്രമുള്ള ഒരു കാര്യമാണ് ഒരു ലൈൻ എന്ന് പറയുന്നത്. നേരെ താഴെ ബമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ബ്ലാക്കിലാണ് ഒരു ബമ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പാർക്കിംഗ് സെൻസേഴ്സും കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരെ സൈഡിലോട്ട് വരുമ്പോൾ 14 ഇഞ്ച് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്ക് 4 സ്പോക്കാണ് വന്നുള്ളത്. പ്ലസ് സ്മാർട്ട് ഓട്ടോയിലെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് അതിൻ്റെ ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുള്ളത്. റിയർ മിറർ കൊടുത്തിട്ടുണ്ട്. 10 ഇൻഡിക്കേറ്റേഴ്സ് വിളിച്ചിട്ടുണ്ട്. ഇതാണ് കീ വന്നുള്ളത്. ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് മാത്രം നമുക്ക് സ്മാർട്ട് കീ ഉണ്ടാവുള്ളൂ. ഇതിൽ നോർമൽ മാനുവൽ കീ ആണ് കൊടുത്തിട്ടുള്ളത്. നേരെ താഴെ ഒരു സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അതും ഈ എക്സ്റ്ററിന് മാത്രമുള്ള ഒരു ഫീച്ചറാണ്, ഒരു എലമെൻ്റാണ്, ഒരു ലൈൻ എന്ന് പറയുന്നത് സ്കിഡ് പ്ലേറ്റ്. നമ്മൾ നേരെ സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ ഇവിടെ നമുക്കൊരു കറക്റ്റ് ലൈൻസ് കാണാൻ സാധിക്കും. അതും ഒരു അട്രാക്ഷൻ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വൈറ്റ് ബോഡി കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോ, ഇവിടെയൊക്കെ ധാരാളം എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് രീതിയിലുള്ള എലമെൻറ്റ്സും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിൽ വന്നിട്ട്. ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4 സ്പോക്കൻ അതിലും വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓരോരുത്തരുടെ ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുണ്ട്. ബാക്ക് പ്രൊഫൈലിൽ മെയിൻ ഹൈലൈറ്റാണ് നിൽക്കുന്നത് ഒരു ടൈലാംസ് ആണ്. ഒരു എച്ച് ഷേപ്പിലാണ് ഇത് ടൈലാംസ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ടയറിൽ കണ്ട സെയിംസ് ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നൈറ്റ് റൈഡേഴ്സിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു റെഡ് ഇൻസുലേറ്റും പോയിട്ടുണ്ട്. അത് ഫ്രണ്ടിലും സെയിം ബാക്കിലും വന്നിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. തണുത്തിൻ്റെ ബൂട്ട് സ്പേസ് ഒന്നുള്ളത് ഏകദേശം 391 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഒന്നുള്ളത്. ബൂട്ട്സ് കപ്പാസിറ്റി നമുക്ക് ആക്സസറീസ് ആയിട്ട് മാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഷോറൂമിൽ തന്നെ. ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. താഴെയാണ് സ്പെയർ വീൽ എന്നുള്ളത്. സ്പെയർ വീൽ 14 ഇഞ്ചാണ് സ്പെയർ വീൽ വന്നിട്ടുള്ളത്. തുളിക്കുന്ന താഴെ അവിടെ കൊടുത്തിട്ടുണ്ട്. പാർസൽ ട്രേ കാണാൻ സാധിക്കും. മാനുവലി ക്ലോസ് ചെയ്യുന്ന ലിഡാണ് വന്നിട്ടുള്ളത്. റിവേഴ്സ് ക്യാമറയും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റാണ് എക്സ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫുൾ ഒരു ബ്ലാക്ക് തീമിലാണ് ഈ ഇൻറ്റീരിയർ ഡിസൈനിൽ. റൂഫ് ഒരു ബീച്ച് കളറും താഴെ ഫുൾ ഒരു ബ്ലാക്ക് തീമിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നൈറ്റ് എഡീഷൻ നമ്മൾ പുറത്തുനിന്നും ഒരുപാട് റെഡ് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയും വന്നിട്ടുണ്ട്. AC വെൻറ്റിലും AC കൺട്രോൾസിലും അതുപോലെ സീറ്റിലും ബ്ലാക്ക് വിത്ത് റെഡ് ഇൻസേർട്ടിലാണ് വന്നിട്ടുള്ളത്. സീറ്റ്സ് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആ റെഡ് ഇൻസേർട്ട് കാണാൻ സാധിക്കും. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC അതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫോടൈം സിസ്റ്റം വന്നിട്ടുണ്ട്. ഇതിലും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ബ്ലൂ ലിങ്ക് അത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പിൻ്റെ മോഡൽ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ ഇതിൽ കാണിച്ചു. സെറ്റിങ്സിൽ പോയിട്ട് ജനറൽ അതിലൊരു ലാംഗ്വേജ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് വീട്ടിൽ കാണിച്ചിട്ടുണ്ട് ഹ്യുണ്ടായിയുടെ. അത് ഇതിലും വന്നിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ വന്നിട്ട് റിവേഴ്സ് ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ക്യാമറയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നേരെ താഴെ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. 12 ചാർജ് സോക്കറ്റും ഒരു C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ടോപ്പണിൽ പോകുന്ന സമയത്ത് ഇവിടെ വയർലെസ് ചാർജ് ഉണ്ടായിരുന്നതാണ്. ഇവിടെയൊക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും കണ്ട എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ടച്ചബിൾ എലമെൻറ്റ്സ് ആണ് ഒരു ഭാഗത്ത് വന്നുള്ളത്. പിന്നെ ഹാൻഡ് ഗ്ലൗ ബോക്സ് ഉണ്ട്. അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സൺ റൂഫ് ഒരു പാനോറമിക് സിംഗിൾ പാൻ സൺ റൂഫാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതെ, ലാമ്പ് കറലും കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഡിം ചെയ്യണ റിവ്യൂ മിററും കൊടുത്തിട്ടുണ്ട്. സൺറൈസ് ഇതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. വാനിറ്റി മിറർ കാണാനൊക്കെ ഉള്ളത്. പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട്. മിററും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു കോക്പിറ്റിനെ കുറിച്ച് പറയാം. നമുക്ക് സെക്കൻഡ് റോ ജസ്റ്റ് കണ്ടിട്ട് വരാം. നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സാണ് ഈ വാഹനത്തിൽ കൊടുത്തത്. അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. ഹെഡ് റൂം അത്യാവശ്യം നല്ല ഉണ്ട്. അപ്പോൾ കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ 2 AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സൺഡർ ടണൽ ഈ വാഹനത്തിൽ വന്നുള്ളൂ. കാരണം അതുകൊണ്ട് നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് ബാക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ ചെറിയൊരു പിന്നെ ഒരു സിംഗിൾ പെൻ സൺറൂഫുള്ള കാരണം ഒരു ചിൽ മൂഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ലാമ്പ് വന്നിട്ടുണ്ട്.
ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ സെക്കൻഡ് റോയിൽ വന്നിട്ടുള്ളത്. പിന്നെ സീറ്റ്സിലും ഫ്രണ്ടിലുള്ള സെയിം വന്നിട്ടുള്ളത്. തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം എക്സിൻ്റെ കാര്യമുള്ള കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാം. ലോങ് ഡ്രൈവിലൊക്കെ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. റെഡ് ഇൻസെർട്ട് സീറ്റിലും കൊടുത്തിട്ടുണ്ട് നൈറ്റ് എഡീഷൻ്റെ. എന്നാൽ നല്ലൊരു ഭംഗിയുള്ള രീതിയിലാണ് ഒരു ഇന്ത്യൻ ഡിസൈൻ ഉള്ളത് സീറ്റ്സ് കൊടുക്കാനുള്ള എനിക്ക്. ഇനി നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 1.2 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഏകദേശം 83 bhp പവറും 113 Nm ടോർക്ക് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഹാച്ച് ബാക്കിന് പവർ ഫീക്കോസ് നമ്മൾ ഈ വണ്ടിയിൽ തരുന്നുണ്ട്. 4 സിലിണ്ടർ എഞ്ചിന് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു പാക്കഡുള്ള എഞ്ചിൻ പേയാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ഹുഡാട്ടോ, നമ്മൾ ഫ്രണ്ട് നോക്കുമ്പോൾ ചെറിയൊരു ഹുഡാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ക്യൂട്ട് ഹുഡ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 10,70,000 രൂപ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. റെഡി സ്റ്റോക്കാണ് നമ്മൾ മൂടാലി ഹ്യുണ്ടായി ഷോറൂമിൽ. അപ്പോൾ നേരെ വന്നോളി. വെറും 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഷോറൂമിൽ തന്നെ നമുക്ക് ഇറക്കിക്കൊണ്ടോ. അല്ലെ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എക്സ്റ്റർ നൈറ്റ് എഡീഷൻ്റെ ഡീറ്റെയിൽസ് പറയുള്ളത്. എല്ലാ ഫീച്ചേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടി തന്നുള്ളത് ഹ്യുണ്ടായി ഷോറൂം, പോപ്പുലർ ഹ്യുണ്ടായി ഷോറൂമാണ് നമ്മളെ മൂടാൽ കുറ്റിപ്പുറത്തുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യുക. അടുത്തുള്ള ചെറിയൊരു പണിക്ക്.